എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും എന്തായാലും വിചാരിക്കുന്നുണ്ടാകും എങ്ങനെയാണ് ഈ സിനിമാറ്റിക് വീഡിയോ എടുക്കുക, എങ്ങനെയാണ് ഇതിനെ എഡിറ്റ് ചെയ്യുക, എങ്ങനെയാണ് ഇതേപോലെ ഇത്രയും ഫീൽ കൊണ്ടുവരിക ഒരു വീഡിയോ ഇടുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ അതാണ് സംസാരിക്കാൻ പോകുന്നത്. സോ ബിഫോർ ദാറ്റ് ലെറ്റ്സ് റോൾ ദി ഇൻട്രോ. ഹായ് ഗൈസ്, ഞാൻ എബിൻ. ഞാനൊരു ട്രാവൽ വ്ളോഗറാണ്. കഴിഞ്ഞ 2 വർഷമായിട്ട് ട്രാവൽ വ്ളോഗിങ് ചെയ്യുന്നു. ഇതെൻ്റെ മലയാളം ചാനലാണ്, പുതിയ ചാനലാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലോട്ട് ഇറക്കാം. എങ്ങനെയാണ് ഒരു സിനിമാറ്റിക് വീഡിയോ ഉണ്ടാക്കുക എന്ന്. സിനിമാറ്റിക് വീഡിയോ ഉണ്ടാക്കാൻ നമുക്ക് 5 കാര്യങ്ങളാണ് അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് നമ്പർ 1. അപ്പോൾ ആദ്യം തന്നെ ഒരു സിനിമാറ്റിക് വീഡിയോ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ആവശ്യമാണ് നമ്മുടെ ക്യാമറയിൽ അറ്റ്ലീസ്റ്റ് 60 ഫ്രെയിം പെർ സെക്കൻഡ്, നിങ്ങൾ കൂടുതൽ ഫ്രെയിം പെർ സെക്കൻഡ് ഉള്ള ക്യാമറ ആയിരിക്കണം. അതിലെടുത്തിട്ടുണ്ടാകുമ്പോൾ നമുക്ക് വീഡിയോ ഇച്ചിരി സ്ലോ മോഷൻ ചെയ്ത് ഇച്ചിരി ഒരു സിനിമാറ്റിക് ഫീൽ കൊണ്ടുവരുത്താൻ പറ്റും. ഇപ്പോൾ ഒരു വീഡിയോ നമ്മൾ സ്മൂത്തായിട്ട് കാണുന്ന 24 ഫ്രെയിം ഒരു സെക്കൻഡിൽ പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ വീഡിയോ ഒരു സ്മൂത്തായിട്ട് നിങ്ങൾക്ക് കാണുന്നത്. അപ്പോൾ അതിനെ നമ്മൾ സ്ലോ ആക്കുമ്പോൾ 24 ഫ്രെയിം പെർ സെക്കൻഡ് സ്ലോ ആക്കുമ്പോൾ സ്റ്റക്ക് ചെയ്ത് കാണാം. അപ്പോൾ സ്റ്റക്ക് ചെയ്ത് കാണാതെ സ്മൂത്തായിട്ട് സ്ലോ മോഷൻ പോകണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 60 തൊട്ട് 120 വരെയുള്ള ഫ്രെയിം പെർ സെക്കൻഡ് നിങ്ങളുടെ ക്യാമറയിൽ സപ്പോർട്ടബിൾ ആണെങ്കിൽ അതിലെടുക്കാൻ ശ്രമിക്കുക. എന്നിട്ട് പോസ്റ്റ് പ്രൊഡക്ഷനിൽ നമ്മൾ പ്രീമിയർ പ്രോയിൽ ഇട്ടിട്ട് അതിനെ സ്ലോ മോഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്മൂത്തായിട്ട് റൺ ചെയ്യും. ശ്രദ്ധിക്കുക, നിങ്ങൾ എടുക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് 60 ഫ്രെയിം പെർ സെക്കൻഡ് നിങ്ങൾ കൂടുതലായിട്ട് FPS ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോനെ ഇച്ചിരി സ്ലോ മോഷനും ആക്കാം, ഇച്ചിരി സിനിമാറ്റിക്കും ആക്കാം. രണ്ടാമത് നമുക്ക് വരുന്നതാണ് സ്റ്റെബിലൈസേഷൻ. നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ എപ്പോഴും സ്റ്റേബിളായിട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക. ഷേക്ക് ഇല്ലാത്ത രീതിയിൽ ഒരു വീഡിയോ എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഗിംബൽ വേണ്ടി വരും. അപ്പോൾ ഗിംബൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രൈപോഡ് വെച്ചിട്ട് സ്റ്റേബിളായിട്ട് ഒരിടത്ത് അനങ്ങാത്ത രീതിയിലും വീഡിയോ എടുക്കാവുന്നതാണ്. അപ്പോൾ എന്തുവാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു ഗിംബൽ ഇല്ലെങ്കിൽ നല്ല ഇമേജ് സ്റ്റെബിലൈസർ ഉള്ളൊരു ക്യാമറ എടുക്കുക. എന്നിട്ട് മാക്സിമം ഷേക്ക് കുറച്ചുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ എടുക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ കുറച്ചൊക്കെ ഷേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് പോസ്റ്റ് പ്രൊഡക്ഷനിൽ നമ്മുടെ പ്രീമിയർ പ്രോ അല്ലെങ്കിൽ ഫിൽമോറയിൽ വരെ നമുക്ക് ഇമേജ് പോസ്റ്റ് പ്രൊഡക്ഷനിൽ സ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റും. ഇതിനു മുമ്പ് ഞാൻ മൊബൈലിലെ വീഡിയോ എങ്ങനെ സ്റ്റെബിലൈസ് ചെയ്യാമെന്ന് വരെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്, ഞാൻ ഐ ബട്ടണിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ അഡോബി പ്രീമിയർ പ്രോയിലാണ് എൻ്റെ എഡിറ്റിംഗ് ചെയ്യുന്നത്. അപ്പോൾ പ്രീമിയർ പ്രോയിൽ എങ്ങനെയാണ് വീഡിയോ സ്റ്റെബിലൈസ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ ഫുട്ടേജ് നമ്മൾ പ്രോജക്റ്റ് ബിന്നിലോട്ട് ഇടുക, എന്നിട്ട് നമ്മുടെ ടൈം ലൈനിലോട്ട് വലിച്ചിടുക. എന്നിട്ട് വ്രാപ്പ് സ്റ്റെബിലൈസർ എന്ന് പറഞ്ഞ് എഫക്റ്റ് സെർച്ച് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അതിന് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക. വെയിറ്റ് ഫോർ സം ടൈം, ഇറ്റ് വിൽ ടേക്ക് സം ടൈം ടു സ്റ്റെബിലൈസ് ഇറ്റ്. ദാറ്റ്സ് ഇറ്റ്. നമ്മുടെ വീഡിയോ സൂപ്പർ സ്റ്റെബിലൈസ് ആയി. നെക്സ്റ്റ് നമ്മുടെ വീഡിയോ സ്റ്റെബിലൈസ് ചെയ്തു. ഇനി നെക്സ്റ്റ് ആണ് സിനിമാസ്കോപ്പ്. സിനിമാസ്കോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന 2 ബ്ലാക്ക് ബാറാണ് സിനിമാസ്കോപ്പ്. ഇത് ഇച്ചിരൂടെ ഓഡിയൻസിനെ ഇച്ചിരൂടെ സിനിമാറ്റിക് ഫീൽ കൊണ്ടുവരാനും സിനിമ ബാർസ് എന്നൊക്കെ പറയുന്നതിന് ഇച്ചിരൂടെ ഒരു സിനിമാറ്റിക് ലുക്ക് കൊണ്ടുവരാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രീമിയർ പ്രോയിൽ പോകാം. പ്രീമിയർ പ്രോയിൽ നമ്മൾ എഫക്ട്സ് പാനലിൽ പോവുക. എന്നിട്ട് ഞാനിപ്പോൾ ഡയറക്റ്റ്ലി ഓരോ ഫുട്ടേജിനും നമുക്ക് എഫക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക ടൈം ലൈനിൽ. എന്നിട്ട് ക്രോപ്പ് എഫക്റ്റ് എന്നൊരു എഫക്റ്റ് ഉണ്ട്, ജസ്റ്റ് സെർച്ച് ചെയ്യുക. എന്നിട്ട് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക. എന്നിട്ട് ഞാൻ 10% ആണ് ടോപ്പിലും ബോട്ടമിലും കൊടുക്കാറ്. അതിപ്പോൾ നമുക്ക് 12 കൊടുക്കാം, ചിലവർ 15 കൊടുക്കുന്നവരുണ്ട്. ഞാൻ 10 ആണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ടോപ്പ് ആൻഡ് ബോട്ടം രണ്ടും ക്രോപ്പ് ചെയ്ത് 10% കൊടുക്കുക. അങ്ങനെ നമ്മുടെ സിനിമാസ്കോപ്പും റെഡിയായി. നെക്സ്റ്റ് നമ്മുടെ വീഡിയോയിൽ അത്യാവശ്യമായിട്ട് വരുന്നതാണ് മ്യൂസിക്. മ്യൂസിക് എന്ന് പറയുമ്പോൾ നമുക്ക് 2 ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ഒന്ന് സൗണ്ട് അല്ലെങ്കിൽ സോങ് നമുക്ക് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. പക്ഷേ യൂട്യൂബിൻ്റെ കേസിൽ നമുക്ക് കോപ്പിറൈറ്റ് ആയിട്ടുള്ള ഒരു മ്യൂസിക് ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നോൺ കോപ്പിറൈറ്റ് ആയിട്ടുള്ള സെലക്ട് ചെയ്യാൻ തീർച്ചയായും ശ്രദ്ധിക്കുക. നോൺ കോപ്പിറൈറ്റ് മ്യൂസിക് വേണമെങ്കിൽ നിങ്ങൾക്ക് NCS മ്യൂസിക് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട്, അവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം. അല്ലെങ്കിൽ യൂട്യൂബ് ഓഡിയോ ലൈബ്രറി ഉണ്ട്, അവിടുന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഫേസ്ബുക്ക് ഓഡിയോ ലൈബ്രറി ഉണ്ട്, അവിടുന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അതുമല്ല നിങ്ങൾക്ക് പൈസ കൊടുത്ത് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ അത് epidemics.com എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിന്ന് വാങ്ങിക്കാം. അതുപോലെ കുറേ വെബ്സൈറ്റ് ഉണ്ട്. സൗണ്ട് ക്ലൗഡിൽ നിന്ന് ഏതെങ്കിലും ക്രിയേറ്ററിൻ്റെ കൂടെ നിങ്ങൾ കൊളാബ് ചെയ്തോ അല്ലെങ്കിൽ ക്രിയേറ്ററിനോട് ചോദിച്ചോ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ആ മ്യൂസിക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ആംബിയൻ സൗണ്ട്. ആംബിയൻ സൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു വീഡിയോയിൽ നമ്മളൊരു ഫോറസ്റ്റിലൂടെ നടക്കുക അല്ലെങ്കിൽ ഒരു ബോട്ടിലൂടെ നമ്മൾ പോവുകയാണ്. അപ്പോൾ ആ ബോട്ടിലൂടെ പോകുമ്പോൾ എന്തൊക്കെ ശബ്ദങ്ങൾ വരാം? വെള്ളത്തിൻ്റെ ശബ്ദം വരാം, ബേർഡ്സിൻ്റെ ശബ്ദങ്ങൾ വരാം. അപ്പോൾ ഇതെല്ലാം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ വീഡിയോന് ഒരു പ്രത്യേക വൈബ് തന്നെ വരും. നമ്മൾ ഓഡിയൻസിനെ ആ സ്ഥലത്തോട്ട്
ഡയറക്റ്റ്ലി കൊണ്ടുപോകുന്ന മാതിരി നമ്മുടെ ഓഡിയൻസിന് തോന്നും. അപ്പോൾ ആംബിയൻസ് സൗണ്ട് ഉണ്ടെങ്കിൽ ഇച്ചൂടെ നമ്മുടെ വീഡിയോനെ സിനിമാറ്റിക് ആക്കാം, ഇച്ചൂടെ നമ്മുടെ വീഡിയോനെ എൻഗേജിങ് ആക്കാം. ആൻഡ് ഫൈനലായിട്ട് നമുക്ക് നമ്മുടെ വീഡിയോ സിനിമാറ്റിക് ആക്കാൻ വേണ്ടുന്നതാണ് കളർ ഗ്രേഡിങ്. കളർ ഗ്രേഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു മോർണിംഗ് വൈബിൽ ഒരു വീഡിയോ ആണ് എടുത്തേക്കുന്നത്. അപ്പോൾ ആ മോർണിംഗിലെ വൈബും ആ ഫീലും വരുത്താൻ വേണ്ടി ഒരു പ്രത്യേക കളർ നമ്മൾ റീക്രിയേറ്റ് ചെയ്യുവാണെങ്കിൽ അത് കാണാൻ ഒരു പ്രത്യേക തന്നെ ഒരു ഫീലായിരിക്കും. അതുപോലെ തന്നെ രാത്രിയിലാണെങ്കിൽ രാത്രിയുടെ ഒരു എഫക്റ്റ്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ കേരളത്തിലാണെങ്കിൽ കേരളത്തിലെ ഒരു ചെറിയ കളർ എഫക്റ്റ് ഒരു പ്രത്യേക രീതിയാണ്. അപ്പോൾ കളർ ഗ്രേഡിങ് നമുക്ക് പ്രീമിയർ പ്രോയിൽ ചെയ്തിട്ട് നമ്മുടെ കളർ എൻഹാൻസ് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാനൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു ഫ്ലാറ്റ് സ്റ്റൈൽ കളറിലാണ് ഷൂട്ട് ചെയ്യാറ്. ഫ്ലാറ്റ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ അതിനകത്ത് കൂടുതൽ ഡീറ്റെയിൽസ് കാണും. അത് നമുക്ക് പോസ്റ്റ് പ്രൊഡക്ഷനിൽ കളേഴ്സ് എൻഹാൻസ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ നിങ്ങളൊന്ന് ശ്രമിക്കുക. ഇപ്പോൾ നിങ്ങളുടെ വീഡിയോയിൽ റോയിൽ വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ റോ മോഡിലിട്ട് തന്നെ വീഡിയോ എടുക്കുക. എന്നിട്ട് അതിനെ എൻഹാൻസ് ചെയ്യുക. കളർ നമ്മൾ ലൈറ്റ് റൂമിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ എൻഹാൻസ് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങളുടെ വീഡിയോയിൽ എസ് മോഡ് അങ്ങനെ പല മോഡ് കാണും, ന്യൂട്രൽ കളർ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പം ഞാൻ ഉപയോഗിക്കുന്ന Canon G7X ആണ്. അപ്പോൾ അതിനകത്ത് ഞാൻ സെലക്ട് ചെയ്യാതെ ന്യൂട്രൽ കളർ സെലക്ഷൻ എടുത്തിട്ട് പിന്നെ പോസ്റ്റ് പ്രൊഡക്ഷനിൽ അതിനെ കളർ ഗ്രേഡ് ചെയ്യാറാണ് പതിവ്. എല്ലാ ക്യാമറയിലും അങ്ങനെ റോ മോഡിൽ നിങ്ങൾക്ക് എടുക്കാവുന്ന ഇത് കാണും. അപ്പോൾ റോയിൽ എടുത്തിട്ട് പിന്നെ പോസ്റ്റ് പ്രൊഡക്ഷനിൽ കളർ ഗ്രേഡ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ഇട്ടു, ഇതൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ഇട്ടിട്ട് ഇതിനകത്ത് നമുക്ക് പ്രിഫേർഡ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കളർ വർക്ക് സ്പേസിലോട്ട് പോയിട്ട് ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് കളറും കാര്യങ്ങളും കൂട്ടി വേണമെങ്കിൽ ചെയ്യാം. അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് ലെറ്റ് ഉപയോഗിക്കാൻ പറ്റും. ലെറ്റ് എന്ന് വെച്ചാൽ ലുക്കപ്പ് ടേബിൾ. ലുക്കപ്പ് ടേബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൈൻഡ് ഓഫ് പ്രിസെറ്റ് അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് ഫിൽറ്ററാണ്. അത് നമുക്ക് വേണമെങ്കിൽ വാങ്ങിക്കാൻ പറ്റും, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോന് ഒരു പ്രത്യേക തന്നെ ഒരു ലുക്കും വരും, ഒരു ഫീലും വരും. അതാണ് സിനിമാറ്റിക് വീഡിയോൻ്റെ ഒരു ഗുഡ് ടെൻസ്. ഈ വീഡിയോ അവസാനം വരെ കണ്ട സ്ഥിതിക്ക് എൻ്റെ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ്. ഞാൻ തന്നെ പേഴ്സണലൈസ് ഡിസൈൻ ചെയ്ത 5 സിനിമാറ്റിക് LUT നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഞാൻ താഴെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ ഈ 5 കാര്യങ്ങൾ ചേരുന്നതാണ് ഒരു സൂപ്പർ സിനിമാറ്റിക് വീഡിയോ. ഇത് കൂടാതെ തന്നെ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ട് ഒരു എഡിറ്റിംഗ് പ്രോസ്പെക്റ്റീവ് വെച്ചാണ് ഞാൻ സിനിമാറ്റിക് വീഡിയോ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നത് പറഞ്ഞത്. അപ്പോൾ ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. Till the next video, it's me Ebin signing off.